ഹായ് 123 വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് പുതിയ ലോങ് ക്യാമ്പിങ്ങിനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ് സാധനങ്ങളെല്ലാം ആദ്യം കാണിച്ചു തരാം. ഞങ്ങളുടെ ഒരു മാസത്തെ ക്യാമ്പിങ്ങിനുള്ള മുഴുവൻ സാധനങ്ങളുമാണ് ഇതായിരിക്കുന്നത്. ഇത് മൊത്തം അരി സാധനങ്ങളാണ്. പൊടികള്, ഉള്ളി, സവാള, മുളകുകള്, പയറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതില്. ഇത് പടുതകള്, നമുക്ക് ക്യാമ്പിങ്ങിന് ടെന്റ് വെക്കുന്ന സ്ഥലത്ത് കെട്ടാനുള്ള പടുതകള്. ഇത് വിരിക്കാനുള്ള പടുത. ടെന്റ്, അത് ടെന്റാണ്. ടെന്റ്. പിന്നെ വലയുണ്ട്. ഇത് മീൻ പിടിക്കാനുള്ള വല. ഇത് പാത്രങ്ങളാട്ടോ. ഇത് നിറയെ പാത്രങ്ങള്. അത് സ്ലീപ്പിംഗ് ബാഗ്. ഇത് മുഴുവൻ പാത്രങ്ങളാണ്. പാത്രങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും. പിന്നെ ഇത് ഈ ഒറ്റ ബാഗ്, വലിയ ബാഗ് കാണുന്ന മുഴുവൻ ഞങ്ങളുടെ ഡ്രസ്സുകളാണ്. ഈ ബാഗ് നമുക്ക് മേടിച്ചു തന്നത് UK ഒരു ജൂഡി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ആരാണ്. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. ഈ രണ്ടെണ്ണമാണ് ഞങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു ഹെഡ്ലൈറ്റാണ്. ഇതൊരു ഹൈലൈറ്റ്. ഇതൊരു ഫ്ലഡ് ലൈറ്റ്. നല്ല പ്രകാശമുള്ള ലൈറ്റാണിത്. ഇത് പിന്നെ പവർ ബാങ്ക്. ഇതൊരു 20,000 mAh പവർ ബാങ്ക്. ഇതൊരു 50,000-ൻ്റെ. ഇതും ഒരു 50,000-ൻ്റെ പവർ ബാങ്ക്. ഇത് അടുത്ത ഫ്ലഡ് ലൈറ്റ്. ഇത്ര സാധനങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ ഇത് പടുതയൊക്കെ വലിച്ചു കെട്ടാനുള്ള വള്ളി കേട്ടോ. ഇനി ഇല്ലാത്തത് പച്ചക്കറിയാണ്. അത് അവിടെ ചെന്നിട്ട് നമ്മൾ മേടിക്കും. ഇതേ 2 ചൂണ്ട എടുത്തിട്ടുണ്ടോ. നല്ല മഴ ആയതുകൊണ്ട് പുഴയിൽ വെള്ളം കൂളാണെങ്കിൽ വല വീശാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു മെഷീൻ ചൂണ്ടയും ഒരു കൈ ചൂണ്ടയും എടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ. ഒരു കെട്ടുവല, ചെറിയ പൊടിമീനെ പിടിക്കാനും ഞണ്ടിനെ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൊടിവല. ഇത്ര ഐറ്റമാണ് ഒരു മാസത്തേനുള്ള ഞങ്ങളുടെ കൊണ്ടുപോകാനുള്ളത് സാധനം. ഇപ്പൊ നമ്മൾ പോണത്, നമ്മളിവിടെ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരേക്കാണ്. അപ്പൊ ഇത്രയും സാധനം കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് കൊണ്ടുപോയി നമ്മൾ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം ക്യാമ്പിങ്ങിനായിട്ട് എടുക്കും. പപ്പാതി വീതം എടുക്കും. അങ്ങനെ പോകാനാണ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ മോനുണ്ട്. അപ്പൊ നമ്മുടെ തീരുന്ന സാധനം അവനോട് വിളിച്ചു പറയുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി തന്നോളൂ. നമ്മൾ വനത്തിൽ തന്നെയായിരിക്കും. പുഴ തീരത്തും വനത്തിലൊക്കെ ആയിട്ട് 30 ദിവസത്തേനായിരിക്കും. വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുടെ തീരത്തുള്ള ചെറിയ കാടാട്ടോ, അല്ലാതെ വലിയ വനമല്ല. വലിയ വനത്തിൽ കയറാൻ നമുക്ക് അനുവാദം ഇല്ലല്ലോ. പിന്നെ കാണിക്കാനുള്ളത് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. എല്ലാ തരം മരുന്നുകളും ഉണ്ട്. നടുവേദനയ്ക്കുള്ളതുണ്ട്, തലവേദനയ്ക്കുള്ളതുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം കഴിക്കുന്ന എനിക്കൊരു 5 കൂട്ടം ഗുളികയുണ്ട്, അതുണ്ട്. പിന്നെ മുറിവിനുള്ള മരുന്നുകളുണ്ട്, പനിക്കുള്ളത്, ജലദോഷത്തിനുള്ളത്, അങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാ സാധനവും പാക്ക് ചെയ്ത് പെര പൂട്ടി ഇറങ്ങുന്ന ഭാഗമാണ്. ദേ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ഇതാണ് ഞങ്ങളുടെ റീചേട്ടൻ. പുള്ളിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ആൾ, വീട്ടിലേക്ക് പോകുന്ന ആൾ. ഇത് കണ്ടോ, ഫുൾ ലോഡ് സാധനമാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. കയറിക്കോ. ഇത് നമ്മുടെ പൂച്ചക്കുട്ടൻ. അവനെ അവിടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നു. കേട്ടു. നല്ലൊരു കിടിലം വെള്ളച്ചാട്ടം. വന്ന വഴിക്ക് നോക്കി നിൽക്കും അനേഷ. നമ്മുടെ വാഹനം ഈ സൈഡിൽ കിടക്കുന്നു. അങ്ങനെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ എത്തി. പകുതി ദൂരം സഞ്ചരിച്ചു. ഈ കാണുന്ന കല്ലാർകുട്ടി ഡാം നിറയെ വെള്ളം നിൽക്കുക.
പോകുന്ന വഴി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും കൂടെ എടുത്തേക്കാന്ന് വെച്ച്. ഡാമിന് ചുറ്റും നല്ല സുരക്ഷാ വേലിയൊക്കെ പണിതിട്ടുണ്ട്. ഈ കാണുന്നതാണ് കല്ലാർകുട്ടി ഡാം. ഇന്ന് വെള്ളമൊന്നും തുറന്നു വിട്ടിട്ടില്ല, ഇല്ലെങ്കിൽ മിക്ക ദിവസം വെള്ളം തുറന്നു വിടുന്ന ഡാമാണ്. വന്ന വഴിക്ക് വലിയൊരു പാലം, കല്ലാർകുട്ടി ഡാമിൻ്റെ താഴെയുള്ള കല്ലാർകുട്ടി പാലം. ആ പാലത്തെ പോയി നിന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടേക്കാന്ന് വെച്ച്. ഇല്ല നിഷേ, നീ എന്നെ ഒന്നും മിണ്ടാതെ പോണേ. കേട്ടില്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വെച്ച് പറ. ഭയങ്കര തണുപ്പാണേ. ബസ്സൊക്കെ ചീറിപ്പാഞ്ഞാ വന്നെ. കിടിലൻ ഒരു പാലം കേട്ടോ, കിടിലൻ ഒരു പാലം, നല്ല നീളമുണ്ട്. ഇവിടെ നോക്കിയതേ കല്ലാർകുട്ടി ഡാമാണ്, പക്ഷെ പുഴയിൽ വെള്ളമൊന്നും കാണുന്നില്ല. ഞാൻ വെള്ളം കാണാനാ ഓടി വന്നത്, പക്ഷെ വെള്ളമില്ല. വെള്ളം ഡാം തുറന്നു വിടുമ്പോൾ മാത്രമേ ഉള്ളൂ. അതെ, എന്നാ വലിയ പുഴയാ, വെള്ളമില്ല. നല്ല രസമുണ്ട്, നല്ല സീനറിയാ. താഴത്തെ സൈഡ് ഒന്ന് പോയി നോക്കാം. താഴത്തെ സൈഡിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതേ ഓടിപ്പാഞ്ഞ് പോയി നോക്കുന്നുണ്ട്. ഇച്ചിരി വെള്ളമാ, ഇത് ഈ ഡാമില് വെള്ളം തുറന്നു വിടുമ്പോഴാണ് ഈ പുഴയൊക്കെ വെള്ളം വരുന്നത്. ഇത് കുറച്ച് താഴെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമുണ്ട്. ചുറ്റുപാട് നോക്കിയാൽ മൊത്തം മലനിരകളാണ്, കാണാൻ നല്ല ഭംഗി. മൊത്തം മഞ്ഞ് കയറി വരുവാണ്. ഇവിടെ പുതിയൊരു പവർ ഹൗസ് വരുന്നുണ്ട്, അതിൻ്റെ പൈപ്പാണ് മരമണ്ടേ കൂടെ കാണുന്നത്. താഴെ കാണുന്ന ബിൽഡിങ് പവർ ഹൗസ്. ഈ കാണുന്നത് പെരിയാറാണ്. അങ്ങ് കാണുന്നത് ഒരു പവർ ഹൗസ് പണിത് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പവർ ഹൗസ്. ഈ കാണുന്ന പവർ ഹൗസിൻ്റെ താഴെ കാണുന്നത് വെള്ളം കിടക്കുന്നത് ഡാമാണ്, ഒരു ഡാമാണ്. അതാണ് ലോവർ പെരിയാർ. കിടിലൻ പുഴ. പിന്നെ മഞ്ഞ് കയറി പോകുന്ന നോക്കി, കിടിലനായിട്ട് മഞ്ഞ് കയറി പോകുന്നു, കോടമഞ്ഞ്. നിഷ താണ്ട് അവിടെ പോയി ഒളിഞ്ഞു നോക്കി നിൽപ്പുണ്ട്. എന്നതാ നോക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ഇഷ്ടം പോലെ വെള്ളം വന്നില്ലേ, കണ്ടാ? കലക്ക വെള്ളം, കട്ട കലക്ക വെള്ളം. ഞാൻ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ താഴെ കാണുന്നതൊക്കെ. വന്ന വഴിക്കുണ്ടോ കിട്ടില്ല മേഘങ്ങളും ഭയങ്കരമായ കുന്നുകളും ഒക്കെ. നമ്മൾ ആകാശത്ത് ചെന്ന് നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുമ്പോൾ. ആ കാണുന്ന പാറയിലേക്കൊക്കെ വഴിയുണ്ട്. അതിനാ പറയുന്ന മോഹൻലാൽ പാറ എന്നൊക്കെ പറയുന്ന പാറയത്. അവിടെയൊക്കെ നല്ല കിടിലൻ കാഴ്ചകളാണ് അവിടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ. ഹായ്, ഈ കാണുന്ന കേട്ടോ ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം. ഇതാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വന്ന സ്ഥലം. നല്ല കിടിലൻ പുഴ, കലങ്ങി മറിഞ്ഞ് ഒഴുകുക. എന്നാ ഹൈറ്റുള്ള പാറയാന്നൊക്കെ കണ്ടോ. ഇതുപോലെ കൃഷിസ്ഥലങ്ങളുണ്ട്. ആ കൃഷിസ്ഥലങ്ങളുടെ സൈഡിൽ കൂടെ ക്യാമ്പ് ചെയ്യും. ഇതേ മോൾ ഭാഗത്താണെങ്കിൽ കിടിലൻ വെള്ളച്ചാട്ടമുണ്ട്. ഈ കാണുന്നത് വനമാണ്. വനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുക പോലുമില്ല. ഈ സൈഡ് കാട്, കാടല്ല, ജനവാസ കേന്ദ്രം. അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഈ കാട്ടിലൊക്കെ കയറിയാൽ ഫോറസ്റ്റുകാർ പിടിച്ച് ഇടിക്കും നമ്മളെ. അതുകൊണ്ട് അവിടെ കയറൂല. ഈ പുഴയിൽ കൂടെ ജനവാസ കേന്ദ്രങ്ങളുടെ സൈഡിൽ കൂടെ മൊത്തം ചെയ്യും. ചുറ്റോട് ചുറ്റും കുന്നും മലയുക. പിന്നെ നിഷയുടെ ചേച്ചി താമസിക്കുന്നത് ഇതവിടെയായിട്ട്. അവിടെയാണ് വീട്. നിഷയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് അങ്ങനെ വാഹനം കയറി പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫുൾ ലോഡ് സാധനമായിട്ട് അത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാളും കൂടെ കയറി പോവുകയല്ലാത്തതുകൊണ്ട് ഞാനും നിഷേൻ്റെ നടക്കുന്നു. നിഷ, എന്തോ
നീ ഇങ്ങോട്ട് നോക്കാത്ത തന്നെ. മടുത്തു മനുഷ്യ. വണ്ടിയിലിരുന്ന് മടുത്തോ? ഓ മഴയ്ക്കുമ്പോ നമുക്ക് അവിടെ ചെല്ലണ്ടേ? അതെ. ആ വെള്ളച്ചാട്ടം ഇവിടെ നേരെ അക്കരയാണ്. ഈ മരങ്ങൾക്കിടയിൽ കൂടെ കാണുന്ന വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ വെള്ളച്ചാട്ടത്തിലൊക്കെയാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കരയിലൊക്കെ കൂടെ, അതായത് വെള്ളം കയറില്ലാത്ത സ്ഥലങ്ങളിൽ, വെള്ളം കയറൂല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ കൂടെ മാത്രമേ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുൾ ലോഡ് സാധനമായിട്ട് ദേ ഇവിടെ വീടിൻ്റെ മുറ്റത്തെത്തി. ഈ ചേട്ടൻ്റെ പേര് റെജിമോൻ. പുള്ളിയുടെ വീട് ലക്ഷ്മിയാണ്, മൂന്നാർ ലക്ഷ്മിയിലാണ് വീട്. അവിടുന്ന് ഇവിടെ വരെ നമ്മളെ കൊണ്ടുവന്ന് വിട്ടു. ഇവിടെയൊക്കെ കൃഷി ഇതേ റംബൂട്ടാനാണ്. കൊറോണയുടെ ഡിസൈൻ ഇതേ കാഴ്ച കിടക്കുന്നു. എല്ലാം പച്ചക്ക് കിടക്കുക, പഴുത്തു തുടങ്ങിയിട്ടില്ല ഒന്നും. ഇതത് ജാതിമരം, ഇതും റംബൂട്ടാൻ മരം. ഇനിയും പഴുക്കണമെങ്കിൽ 2-3 മാസം എടുക്കും ഇവിടെ. പക്ഷെ നാട്ടിൻപുറത്തേക്ക് എല്ലായിടത്തും പഴുത്തു. ഞങ്ങൾ നടന്ന് നിഷയുടെ വീട്ടിലെത്തി. അപ്പം ഇനി അടുത്ത വീഡിയോ. അങ്ങനെ ഞങ്ങൾ നടന്നല്ല, വണ്ടിക്ക് മാങ്കുളത്ത് നിന്ന് ഇവിടെ വന്നു. നിഷയുടെ ചേച്ചിയുടെ വീടാണ്, ഇവിടെ വന്നു. ഇനി നാളെ തൊട്ട് കിടുകിടിലൻ ക്യാമ്പിംഗ് വീഡിയോ വരുവാണ്, 30 ദിവസത്തെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതാണ്. അപ്പോൾ രാജാ, നാളത്തെ വീഡിയോ കാണാം. നാളെ കാണാം.